പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വായനാ വാരാചരണം ആചരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ, സാഹിത്യകാരനൊക്കെ ആയിട്ടുള്ള ജാഫർ കോളിക്കൽ നമ്മോടൊപ്പം ഉണ്ട്. ജാഫർക്ക, എന്താണ് ഈ വായനയെക്കുറിച്ച്? വായന വാരാചരണമൊക്കെ ആചരിക്കുകയാണല്ലോ. അപ്പോൾ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കുട്ടികളോട് എനിക്ക് കാര്യമായിട്ട് പറയാം, ഈ വായന, ഈ പുസ്തകങ്ങൾ വായിക്കാതെ, അതായത് വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നില്ല. ഗാന്ധിജി പറഞ്ഞത് പുസ്തകങ്ങൾ വിളക്കുകളാണ്, ലോകത്തിന്റെ വിളക്കുകളാണ്. അതിനെ വായനയിലൂടെ തന്നെ അതിനെ വായനയിലൂടെ ജ്വലിപ്പിക്കണം. അതായത് പുസ്തകങ്ങൾ വിളക്കുകളാണ്, അത് ലോകത്തിന്റെ വിളക്കുകളാണ്. അപ്പൊ അത് വായനയിലൂടെ ജ്വലിപ്പിക്കുക. അപ്പൊ വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. അപ്പൊ വായനയിൽ നിന്നും പിന്നെ പലരും കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ മൊബൈലിന്റെ ലോകത്തേക്ക് വഴുതി പോകുന്ന ഈ അവസരത്തിൽ വായന വേണ്ട രൂപത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ. പക്ഷേ പിന്നെ ആ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, വായനയിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഒരു ലളിതമായിട്ടുള്ള ഒരു മാർഗം പറയാൻ പറ്റും? ലളിതമായിട്ടുള്ള മാർഗം പറഞ്ഞാൽ പിന്നെ പുസ്തകത്തൊട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പൂനൂർ AMLP സ്കൂളിലെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി, പുസ്തകത്തൊട്ടിൽ. അതിൽ പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വായനയുടെ പിന്നെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പൂനൂർ AMLP ഓരോ ക്ലാസ്സിലാണോ അല്ലെ ഒന്നിച്ചാണോ? അത് പിന്നെ ഒന്നിച്ചാണ്. അപ്പോൾ കുട്ടികളാണോ പുസ്തകം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അധ്യാപകരനാണ് സംഘടിപ്പിച്ചത്? ഞാൻ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഓരോ ക്ലാസ്സിലും. അതെ. പിന്നെ അവർ വേറെയും പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പിന്നെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അതിൽ പുസ്തകങ്ങൾ പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനം അവർ നടത്തിയിരുന്നു. അതിലും പങ്കെടുക്കാൻ ഒരു അവസരം എനിക്ക് കൈവന്നു. അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ മൊബൈലിന്റെ ലോകത്താണ് എന്ന് പറയുന്നുണ്ടല്ലോ, മൊബൈലിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് വായന തന്നെയാണ്. വായനയാണ്. പിന്നെ അത് ഇൻസ്റ്റാഗ്രാം വഴി, പിന്നെ ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി മെസ്സേജുകൾ ധാരാളം വായിക്കുന്നുണ്ട്. വായന വായന മരിക്കുക എന്നുള്ള ആ പ്രയോഗം തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റൊരു തലത്തിലെ ഡിജിറ്റലായിട്ട് മാറി. അതെ അതെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ അവർ പരിചയപ്പെടണം, അവർ നല്ലൊരു വായനാശീലമുള്ള ആളുകളായി മാറണം. ഏതൊരു പരീക്ഷ ജയിക്കണമെങ്കിലും നിർബന്ധമായിട്ടും പുസ്തകം വായിക്കണമല്ലോ. അപ്പോൾ ആരായാലും മുതിർന്നവരായാലും. അപ്പോൾ ഏതൊരാളും ഒരു പുസ്തകം വായിച്ചതിന് ശേഷമുള്ള ആളായിരിക്കില്ല, അല്ലെങ്കിൽ വായിച്ചതിന് മുമ്പുള്ള ആളും ശേഷമുള്ള ആളും വ്യത്യസ്തനായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റിയപ്പോൾ ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടിക്കഥകൾ അല്ലെങ്കിൽ ബാലസാഹിത്യം മാത്രമാണോ അവർ വായിക്കേണ്ടത്? എന്താണ് അതിനെക്കുറിച്ച്? ബാലസാഹിത്യം മാത്രം പോരാ, ലോകത്തെ പറ്റി അറിവ് കിട്ടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. കുട്ടികളുടേതായ ശൈലിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. അത് വായിച്ചിട്ട് ലോകത്തെ പറ്റി മനസ്സിലാക്കുക, അറിവ് സമ്പാദിക്കുക. അപ്പോഴാണല്ലോ ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയായി മാറുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതും ആത്മകഥ പോലുള്ള അങ്ങനെ എല്ലാ വിധത്തിലുള്ള പുസ്തകങ്ങളും വായിക്കണം. വെറും കുട്ടികളുടെ അല്ല. മറ്റും ചോദിച്ചോട്ടെ, ഈ വായന വാരാചരണം എന്നോ പറയുന്നുണ്ട്, അതിന് ശേഷം വായന നിർത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? വായന തുടർന്നുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്, ഒരു കാര്യമാണ് വായന. വെറും വാരാചരണത്തിലോ വായനാ ദിനത്തിലോ പുസ്തകങ്ങൾ വായിച്ച് അത് മടക്കി വെക്കല്ല. വായന തുടർന്നുകൊണ്ടേ ഇരിക്കണം. മരണം വരെ പിന്നെ നടന്നുകൊണ്ടിരിക്കേണ്ട അറിവ് നേടിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് വായനയിൽ കൂടി നമുക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഡിജിറ്റൽ യുഗത്തിലും വായനയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇനി ഡിജിറ്റലൈസേഷൻ ആണെങ്കിൽ പോലും നടക്കുന്നത് വായന തന്നെയാണ്. ഏതായാലും പരന്ന വായനയിലേക്ക് വിദ്യാർത്ഥികൾ തിരിയണം എന്ന് തന്നെ. തീർച്ചയായിട്ടും. അപ്പോഴാണ് പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. വായന ഇല്ലാതെ പൂർണ്ണത കൈവരില്ല.
അപ്പോൾ നിങ്ങൾ പറയുന്നത് നോവലായാലും കഥയായാലും ജീവചരിത്രമായാലും ഏതാണ് അതിൽ ഫിക്ഷൻ, അതുപോലെ തന്നെ സയൻസ്, മാജിക്കൽ, ഇതൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം തന്നെ വായനയിലേക്ക് അല്ലെങ്കിൽ വായനയുടെ വ്യത്യസ്ത തലം തുറക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പി എൻ പണിക്കർ, പൊതുവായി നാരായണ പണിക്കർ എന്നാണ് പി എൻ പണിക്കരുടെ പിന്നെ മുഴുവനായ പേര്. അദ്ദേഹം പിന്നെ വായനയുടെ വളർത്തച്ഛൻ, വായനയുടെ വളർത്തച്ഛൻ എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു വ്യക്തി പിന്നെ കേരളത്തിലാകമാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിന്നെ 2 മാസക്കാലത്തോളം കാൽനടയായി യാത്ര ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? വായനയുടെ പ്രസക്തി, വായിച്ചു വളരുക, ചിന്തിച്ചു മുന്നേറുക. ഈ ആശയം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നെ 2 മാസക്കാലത്തോളം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. 6000-ഓളം ലൈബ്രറികൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കേരളത്തിൽ സ്ഥാപിച്ചിരുന്ന ആ മനുഷ്യൻ ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ വ്യക്തി പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം നാട്ടിൽ ലൈബ്രറി തുടങ്ങിക്കൊണ്ടാണ് അയാൾ ഈ രംഗത്ത് ആ മനുഷ്യൻ കടന്നു വരുന്നത്. സാധാ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ വായനയുടെ പ്രസക്തി പിന്നെ നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി സഹിച്ച ത്യാഗം, അത് ഏത് കാലം, ആ കാലഘട്ടത്തിൽ ഒരു സൗകര്യമില്ലാത്ത, ഇന്നത്തെ പോലെ ഒരു സൗകര്യമില്ലാത്തൊരു കാലത്താണ് അദ്ദേഹം വായന ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരളം മൊത്തം ചുറ്റി സഞ്ചരി 2 മാസക്കാലത്തോളം ഓരോ വീട്ടിലും കയറി പുസ്തകങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ലൈബ്രറികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അപ്പം വല്ലാത്തൊരു വ്യക്തിയായിരുന്നു. 95 ജൂൺ 19-നാണ് മരണം. അദ്ദേഹത്തിൻ്റെ 1-ാം ചരമവാർഷികം 96-ലാണ് വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 മുതൽ ജൂൺ 25 വരെ ഒരു ആഴ്ചക്കാലം വായനാ വാരാചരണമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? വായനയുടെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയും വളരെ നല്ല ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ ജാഫർ ഖാൻ നമ്മളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വായനയുടെ പ്രാധാന്യം അതെത്ര പറഞ്ഞാലും തീരാത്തതാണ്. ഏതായാലും ഒരു പുസ്തകം തന്നെയെങ്കിലും വായിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.